ഞാൻ കാണിക്കണത് ഉണക്കപ്പയർ അല്ലെങ്കിൽ വൻപയർ മുളപ്പിച്ചതാണ് ഞാനിവിടെ കാണിക്കാൻ പോണത്. അതിന് ഞാൻ അരക്കപ്പ് പയർ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് വാരി വെച്ചേക്കണതാണ്. അത് ഒരു 12 മണിക്കൂറോ അല്ലെങ്കിൽ 8 മണിക്കൂറായാലും വെള്ളത്തിലിട്ടാൽ മതി. എന്നിട്ട് അത് വാരി വയ്ക്കുക. വാരി ഒരു തുണിയിൽ ഇങ്ങനെ നമ്മൾ എടുത്ത് വയ്ക്കുക. കർച്ചീഫിലോ ഒരു തുണിയിലോ ഇങ്ങനെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ മുക്കി കൊടുക്കുക. ഇങ്ങനെ അങ്ങനെ മുക്കി കൊടുക്കുക. പിന്നെ അത് മുകളിലേക്കും ഇങ്ങനെ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ തളിച്ചു കൊടുക്കുക. മുകളിലേക്ക് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ കുറേശ്ശെ തളിച്ചു കൊടുക്കുക. ഇങ്ങനെ അപ്പം അതിങ്ങനെ ശരിക്കും ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ടൊരു പുറത്തേക്ക് ഇങ്ങനെ വരും. അങ്ങനെ 1-2 പ്രാവശ്യം ദിവസത്തിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നനച്ചു കൊടുക്കണം. നനച്ചു കൊടുത്തു കഴിയുമ്പോഴേക്കും അതിങ്ങനെ ചെറിയൊരു മുള ഇങ്ങനെ പുറത്തേക്ക് വന്നു തുടങ്ങും. വീണ്ടും നമ്മളിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നനച്ചു കൊടുക്കുക ഇതിലേക്ക്. അങ്ങനെ ഞാനിത് വെച്ച് മുളപ്പിച്ച വൻപയറാണ്. ഉണക്കപ്പയർ അല്ലെങ്കിൽ വൻപയർ എന്ന് പറയും. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് മുളപ്പിക്കുന്ന വിധം. കണ്ട ഇങ്ങനെയാണ് വൻപയർ മുളപ്പിക്കുന്ന വിധം. കണ്ട ഞാനിതൊരു എടുത്തൊരു ബൗളിലേക്ക് ഇടുകയാണ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഉണക്കപ്പയർ മുളപ്പിക്കുന്ന വിധം. കണ്ട നല്ല ഹെൽത്തി ഫുഡാണ്. നമ്മൾ എങ്ങനെ വേണമെങ്കിലും ഇത് നമ്മൾക്ക് വയ്ക്കാം. കറിയായിട്ടും വയ്ക്കാം, ഉപ്പേരി പോലെ വയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നാളികേരം അരച്ചോ, ഇങ്ങനെ വേണമെങ്കിലും നല്ല ഹെൽത്തി ഫുഡാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.